ചീറ്റയുടെ പുനർജന്മം. രാജാവായ ഷേർ സിംഗ് തന്റെ ഗുഹയുടെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ അടുത്ത് അവന്റെ പഴയ സുഹൃത്ത് ബോലു ഉണ്ടായിരുന്നു. ബോലു, എന്റെ കാലശേഷം നീ ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം സംരക്ഷിക്കണം. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് സിംഹരാജൻ? എനിക്കിപ്പോ എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. എന്റെ അസുഖം ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കൊന്നും പറ്റില്ല സിംഹരാജൻ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാട്ടിലെ മറ്റു മൃഗങ്ങളൊക്കെ അവിടേക്ക് വരും. സിംഹരാജൻ, നാളെ നമ്മുടെ ജുമ്രു കുരങ്ങിന്റെ ആഘോഷപൂർണമായ കല്യാണമാണ്. ഇത് വളരെ സന്തോഷമുള്ള വാർത്തയാണ്. അഭിനന്ദനങ്ങൾ ജുമ്രു. രാജാവേ, ഞങ്ങളും കുറച്ച് പക്ഷികളും ചേർന്ന് മലയുടെ മുകളിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് താമരപ്പൂ കൊണ്ടുവരണം. വേണ്ട, നിങ്ങളിൽ ആരും ഈ കാടിന്റെ പുറത്തേക്ക് പോകരുത്. വനത്തിന് പുറത്തുള്ള പ്രദേശങ്ങളൊക്കെ അപകടം നിറഞ്ഞാണെന്ന് അറിയാവുന്നതല്ലേ? പക്ഷേ സിംഹരാജൻ, എന്റെ ഭാവി ഭാര്യയ്ക്ക് താമരപ്പൂക്കൾ വളരെ ഇഷ്ടമാണ്. അവളുടെ ആഗ്രഹം ഞങ്ങളുടെ കല്യാണത്തിന് കാട്ടിലെ അലങ്കാരമെല്ലാം താമരപ്പൂ കൊണ്ട് മാത്രം നടത്തണമെന്നാ. പക്ഷേ ജുമ്രു, രാജാവേ, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാം. കല്യാണം ഒരു പ്രാവശ്യമല്ലേ ഉണ്ടാവുള്ളൂ. അതേ രാജാവേ, അല്ലെങ്കിൽ നിങ്ങളുള്ളത്ര നാൾ ആർക്കാണ് ധൈര്യം ഉണ്ടാകുന്നേ ഞങ്ങളെ അപകടപ്പെടുത്താൻ നോക്കാൻ? സിംഹരാജൻ, ഞാനും ഇവരുടെ കൂടെ പോകാം. നമ്മുടെ കുരങ്ങിന്റെ കല്യാണമല്ലേ? നമ്മുടെ കാട് മുഴുവൻ നല്ല രീതിയിൽ അലങ്കരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും വരാം. വേണ്ട സിംഹരാജൻ, അങ്ങയുടെ ആരോഗ്യം വളരെ മോശമാണ്. ഇവിടെ ഇരുന്ന് വിശ്രമിച്ചോളൂ. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാനുണ്ടല്ലോ. ഷേർ സിംഗ് കാട്ടിലെ രാജാവാണ്. അവൻ ആ കാട്ടിലെ എല്ലാവരുടെയും ധൈര്യമായിരുന്നു. വേറെ ഒരു കാട്ടിലെ ഏതെങ്കിലും മൃഗം വന്ന് രാജാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോലും ഒന്ന് ഭയപ്പെടും. അതുകൊണ്ട് തന്നെ കാട്ടിലാരും വരാറില്ല. ശരി, പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. അങ്ങനെ സുഹൃത്തായ ബോലു ചീറ്റ ബാക്കിയുള്ള മൃഗങ്ങളെയും കൊണ്ട് കാട്ടിലെ അപ്പുറത്തുള്ള മലയുടെ അടുത്തേക്ക് പോകും. അവിടെ തടാകത്തിൽ ഒരുപാട് താമരപ്പൂ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ പൂക്കൾ പറിക്കാൻ തുടങ്ങിക്കോളൂ. ഇരുട്ടാവുന്നതിന് മുമ്പേ നമ്മുടെ കാട്ടിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. എല്ലാരും താമരപ്പൂ പറിക്കാൻ നോക്കും. അവിടെ കുറച്ച് ദൂരത്ത് ഭയാനകമായ കുറച്ച് മൃഗങ്ങൾ, ചെന്നായ, കഴുകൻ, അങ്ങനെ ഒരുപാട് ദുഷ്ടമൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ മൃഗങ്ങളൊക്കെ രാജാവായ ഷേർ സിംഗിന്റെ കാട്ടിലെ മറ്റു മൃഗങ്ങളെ അപകടപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കൂട്ടരെ, നമുക്കൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. സിംഹരാജന്റെ കാട്ടിലെ മൃഗങ്ങളെല്ലാം മലയോര മേഖലയിലേക്ക് പോയിട്ടുണ്ട്. ഇനി ചിന്തിക്കാൻ എന്തിരിക്കുന്നു? വരൂ, നമുക്ക് പോയ സിംഹരാജന്റെ മൃഗങ്ങളെയെല്ലാം വേട്ടയാടാം. പക്ഷെ സൂക്ഷിക്കണം. അറിയില്ലേ സിംഹരാജൻ എത്ര അക്രമകാരിയാണെന്ന്? അദ്ദേഹം എങ്ങാനും അറിഞ്ഞാൽ കണ്ണ് ചിമ്മുന്നതിന് മുമ്പേ നമ്മൾ അദ്ദേഹം കൊന്നുകളയും. മറ്റു കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ ഷേർ സിംഗ് ഒരു പേടി സ്വപ്നമായിരുന്നു. അതുകൊണ്ട് ആരും പോവാറില്ല. അപ്പോഴേക്കും അവിടെ ഒരു പരുന്ത് പറന്നു വരും. ഉസ്താദേ, ഈ സമയത്ത് ഷേർ സിംഗ് ഗുഹയിൽ ഒറ്റക്കാണ്. പിന്നെ വേറൊരു കാര്യം അറിയോ? ഷേർ സിംഗിന് വയ്യാണ്ടിരിക്കുവാണ്. ഷേർ സിംഗിനെ കൊല്ലാൻ ഇത് നല്ല അവസരമാണ്. എന്താ ഉസ്താദെ, നമുക്ക് ആക്രമിക്കാം. ഷേർ സിംഗിന് നമ്മളെയൊക്കെയാണ് കുറച്ചു നാളായിട്ട് നോട്ടമുള്ളത്. ഒരു പ്രാവശ്യം ഷേർ സിംഗിന് നമ്മുടെ കൈ കിട്ടിയ പിന്നെ ആ കാടും അവിടുത്തെ മൃഗങ്ങളെല്ലാം നമുക്ക് സ്വന്തമല്ലേ? എങ്കിൽ പകുതി പേര് എന്റെ കൂടെ സിംഹരാജനെ കൊല്ലാൻ വേണ്ടി വരൂ. ബാക്കിയുള്ള പകുതി പേര് സിംഹരാജന്റെ കൂട്ടുകാരനായ ചീറ്റയെ കൊല്ലാൻ പോവൂ. ചെന്നായും കൂട്ടാളികളും വർഷങ്ങളായിട്ട് ഷേർ സിംഗിന്റെ കാട്ടിലെ മൃഗങ്ങളൊക്കെ അടിമയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ രണ്ടുപേരും രണ്ട് ടീമായി അവരെ തപ്പാനായിട്ട് പോകും. കുറച്ചേരം കൊണ്ട് കാലു, ചെന്നായും കൂട്ടാളികളും പക്ഷിയും ഷേർ സിംഗിന്റെ കാട്ടിലേക്ക് കടക്കും. കൂട്ടരെ, ആര് മുന്നിൽ വന്നാലും അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം. അങ്ങനെ അവരെല്ലാവരും ഷേർ സിംഗിന്റെ ഗുഹയിലേക്ക് എത്തും. നോക്കുമ്പോ ഷേർ സിംഗ് മരിച്ചതായിട്ട് കാണും. ഉസ്താദേ, ഈ ഷേർ സിംഗ് മരിച്ചു പോയല്ലോ. നമ്മുടെ ശത്രു നമ്മൾ വരുന്നതിന് മുമ്പേ മരിച്ചുപോയി. ഷേർ സിംഗിന് ഒരു മാരാരോഗമുണ്ടായിരുന്നു. ആ ഒരു രോഗം കാരണം ഷേർ സിംഗിന്റെ ജീവൻ തന്നെ പോയി കിട്ടി. അപ്പുറത്ത് ബാക്കി ചെന്നായും കൂട്ടാളികളും ഭോലു ചീറ്റയുടെയും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തും. ഇവരിത് എവിടെ നിന്ന് വന്നു? ചീറ്റ ചേട്ടാ, ഭയപ്പെടേണ്ട കൂട്ടരെ, ഈ പുള്ളിപ്പുലിയെ വലിച്ചു കീറി അങ്ങ് തിന്നാം. അങ്ങനെ ഭോലു ചീറ്റനെ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ഷേർ സിംഗിന്റെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ തിരിച്ചു കാട്ടിലേക്ക് ഓടി. കുറച്ചേരം കഴിയുമ്പോ ഭോലു ചീറ്റ ആകെപ്പാടെ അവശനായി. എന്ത് പറ്റി ചീറ്റേ? ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ നീ എങ്ങനെ ഇത്ര ദുർബലനായി പോയി? നിന്റെ സുഹൃത്തായ സിംഹരാജന്റെ കൂടെ നിൽക്കുമ്പോൾ നിനക്ക് വലിയ ധൈര്യമായിരുന്നല്ലോ. ഞാൻ നിന്നെ... അപ്പോഴേക്കും പരുന്ത് വന്ന് ചീറ്റയുടെ കണ്ണങ്ങ് പിടിതെടുക്കും.
കയറിന് പൊള്ളലേറ്റെങ്കിലും മുടിക്ക് പൊള്ളലേറ്റില്ല. കൂട്ടരെ, ഈ ചീറ്റയുടെ മരണത്തിന്റെ ഭീകരത ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്ന തരത്തിൽ വേദനയുണ്ടാക്കണം. അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് ഭൂലു ചീറ്റേനെ മാരകമായി ആക്രമിച്ച് കൊന്നുകളയും. വൈകുന്നേര സമയം കാലു ചെന്നായും കൂട്ടാളികളും ഷേർ സിംഗിന്റെ കാട്ടിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ രാജാവ്, നമ്മുടെ സിംഹരാജനെ കൊന്നുകളഞ്ഞു. കണ്ടില്ലേ നിങ്ങളുടെ രാജാവിനെ? പിന്നെ നിങ്ങളുടെ രക്ഷകൻ ചീറ്റയും. എങ്ങനെയായി ഇവര് രണ്ടുപേരും മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത്? ഞങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കൂടാ നിനക്കുള്ള ശിക്ഷ. ഇനി നമ്മളാണ് ഈ കാട്ടിലെ രാജാവ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അടിമകളും. അതിനുശേഷം കാലു ചെന്നായയും കൂട്ടാളികളും കാട്ടിലെ എല്ലാ മൃഗങ്ങളെ അവരുടെ അടിമയാക്കി വെക്കും. അതുകൂടാണ്ട് അവരെ എല്ലാം ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യും. അവരെ കൊന്നു തിന്നുകളയും. അവരുടെ ജോലിയൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. 10 വർഷങ്ങളായിട്ട് ഷേർ സിംഗിന്റെ കാടിപ്പോ ചെന്നായുടെ കാടായി മാറി. ചെന്നായകളാണ് അവിടെ രാജാവായിരുന്നത്. ഒരു വൈകുന്നേരം ഈ ചെന്നായ്ക്കളെല്ലാം ഇവിടെ നിന്ന് എന്ന് പോകുമെന്ന് ഒരു വിവരവും ഇല്ല. കഴിഞ്ഞ 10 വർഷമായി അവർ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കി. എനിക്ക് മതിയായി ഈ ജീവിതം. ദൈവമേ, ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിലും നല്ലത് അങ്ങന്റെ ജീവൻ തിരിച്ചെടുത്തേക്ക്. നമ്മുടെ സിംഹരാജൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അപ്പോഴേക്കും അവിടെ കാലു ചെന്നയുടെ ആൾക്കാർ വരും. ഏയ്, പെട്ടെന്ന് തന്നെ പോണം. കാടിനുള്ളിൽ ഒട്ടേറെ വീടുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. ചെന്നായും പട്ടിയും കൂടെ ചേർന്ന് കരടിയെയും ബാക്കിയുള്ള മൃഗങ്ങളെ ചാട്ടവാര് വെച്ച് അടിക്കും. അങ്ങനെ ദൂരത്തുനിന്ന് ഒരു കറുത്ത ചീറ്റ വരും. അവൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും വലിയ കല്ലുകൾ ചുമന്നുകൊണ്ട് ഈ മൃഗങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നത്? ഈ ചെന്നായും പട്ടിയൊക്കെ എന്തിനാ എല്ലാവരെയും ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഈ ചീറ്റ വേറൊരു കാട്ടിൽ നിന്നും വന്നതാണ്. ഒന്ന് പോയി നോക്കാം. എല്ലാത്തിനും ഉപരി ഇവരൊക്കെ ആരാണ്? ഒരു പക്ഷേ അവരുടെ പ്രദേശത്ത് പോയാൽ ചിലപ്പോൾ വെള്ളം കിട്ടും. എനിക്കാണെങ്കിൽ വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ചീറ്റ ആരും അറിയാണ്ട് അവരുടെ പുറകെ പോകും. കുറച്ചു സമയം കഴിഞ്ഞ് ഷേർ സിംഗിന്റെ കാട്ടിൽ അവരെത്തും. ചീറ്റ ദാഹിച്ചിട്ടാണ് ഇത്രയും ദൂരെ വന്നത്. അപ്പോഴാണ് അവൻ ഷേർ സിംഗിന്റെ ഈ കാട് കാണുന്നത്. ഈ കാട് എനിക്ക് വളരെ പരിചിതമാണല്ലോ. ഇതെല്ലാം എന്താണ്? ഞാൻ ആ സിംഹത്തിന്റെ കൂടെ. ആരാണ് ആ സിംഹം? ചീറ്റ പയ്യെ പയ്യെ കാട്ടിലേക്ക് പോകും. എവിടെ പോയാലും അവന് ഷേർ സിംഗ്, ചീറ്റ, ആനേനെയൊക്കെ ഓർമ്മ വരും. ഇതെല്ലാം എങ്ങനെ? ചീറ്റ നോക്കുമ്പോ ദുഷ്ടന്മാരായ ചെന്നായ, അവരുടെ കൂട്ടാളികൾ, പിന്നെ ഷേർ സിംഗിന്റെ കാട്ടിലെ മൃഗങ്ങളെയും കാണും. അവിടെ ചെന്നായ അവരെ ആക്രമിക്കുകയായിരുന്നു. ചാട്ടവാര് വെച്ച് അടിക്കുന്നു. പെട്ടെന്ന് തന്നെ വരാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഉപദ്രവിക്കും. ഇതെല്ലാം എന്തിനായി മൃഗങ്ങളെ ഇത്രയധികം ഉപദ്രവിക്കുന്നത്? അപ്പോഴേക്ക് ചീറ്റ ഷേർ സിംഗിന്റെ ഗുഹ അങ്ങ് കാണും. അത് കാണുമ്പോഴാണ് ചീറ്റയ്ക്ക് ഷേർ സിംഗിന്റെയും ഭോലു ചീറ്റയുടെ സീൻ ഓർമ്മ വന്നത്. ഈ സിംഹം ആരാണ്? പിന്നെ എന്റെ പോലെയുള്ള ഈ ചീറ്റ ആരാണ്? ഞാൻ വീണ്ടും വീണ്ടും ആ സിംഹത്തിന്റെ കൂടെ ചീറ്റയെ കാണുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കാട്ടിലേക്ക് ഇതിനു മുമ്പേ വന്നിട്ടുണ്ടെന്നാണ്. ഒരു പക്ഷേ ഈ വനവുമായി എനിക്ക് പഴയ ബന്ധമുണ്ടായേക്കാം. അവിടെ ഭൂര മുയല് ഒരു കയറ് വലിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ മുയൽ കറുത്ത ചീറ്റേനെ കാണും. നമ്മുടെ രക്ഷകനായ ചീറ്റച്ചേട്ടൻ വന്നു. ഇത് കേട്ടതോടെ എല്ലാവരും ചീറ്റേനെ നോക്കും. നമ്മുടെ രക്ഷകൻ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെ രക്ഷകൻ തിരിച്ചു വന്നു. കറുത്ത ചീറ്റ ഭോലു ചീറ്റേനെ പോലെ തന്നെ. എല്ലാരും അവനെ ഭോലു ചീറ്റയായിട്ട് കാണുകയായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഓടി സന്തോഷത്തോടെ കറുത്ത ചീറ്റയുടെ അടുത്തേക്ക് വരും. നമ്മുടെ രക്ഷകൻ നമ്മളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. ചീറ്റങ്ങുന്നേ, അങ്ങ് ഇത്രയും വർഷം എവിടെയായിരുന്നു? ഞങ്ങളുടെ രാജാവ് സിംഹരാജൻ എവിടെയാണ്? ചീറ്റ ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കണം. ഈ ചെന്നായ്ക്കള് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കണില്ല. ഞങ്ങൾ ആകപ്പാടെ തകർന്നിരിക്കുക. എല്ലാരും കറുത്ത ചീറ്റനെ കണ്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കറുത്ത ചീറ്റയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാലു ചെന്നായയും ബാക്കിയുള്ള കൂട്ടാളികളും ഇവനെ കണ്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു. ഉസ്താദ്, ഇതെങ്ങനെ സംഭവിച്ചു? ചത്തുപോയവൻ അങ്ങനെ തിരിച്ചു വന്നോ? ഇവനെയല്ലേ നമ്മൾ നമ്മുടെ കൈകൊണ്ട് കൊന്നത്. പിന്നെ എങ്ങനെ ഇവന് ജീവൻ വന്നു? രാക്ഷസനായ ചെന്നായി, ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ രക്ഷകൻ വന്നിരിക്കുകയാണ്. ഒരു വശത്ത് ഷേർ സിംഗിന്റെ കാട്ടിലെ മൃഗങ്ങൾ, മറുവശത്ത് കാലു ചെന്നായും കൂട്ടാളികളും. നേതാവേ, ഈ ചീറ്റയെ നമുക്ക് കൊന്നങ്ങ് കളഞ്ഞാലോ? സത്യത്തിൽ ഇത് ഭോലു ചീറ്റ തന്നെയാണ്. അവന്റെ പുനർജന്മമായിരുന്നത്.
കാലു ചെന്നായ അപ്പൊ തന്നെ അതിനെ ആക്രമിക്കുകയും ചെയ്യും. അവനെ പരിക്കേൽപ്പിച്ച് ഒരു ഇരുമ്പും കൂട്ടിൽ തടങ്കിലാക്കും. ഇതാണോ നിങ്ങളുടെ ദൈവം? അവന് സ്വയം രക്ഷിക്കാനേ കഴിയുന്നില്ല. ഇവനാണോ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കുമെന്ന് പറയുന്നത്? ഭോലു ചീറ്റ പരിക്കേറ്റ് വേദന കൊണ്ട് പിടയുകയായിരുന്നു. അവനൊന്നും ഓർമ്മയില്ലായിരുന്നു. ഇത് കണ്ട് ഷേർ സിംഗിലെ കാട്ടിലെ മൃഗങ്ങൾ കരയാൻ തുടങ്ങി. കാലു ചെന്നായ കരടിനെ ആക്രമിക്കാൻ തുടങ്ങി. ചാട്ടവാറ് കൊണ്ട് അടിച്ചോണ്ടേയിരുന്നു. രക്ഷിക്കൂ. കാലു ചെന്നായ കുറെ നേരം ചാട്ടവാറ് കൊണ്ട് അടിച്ചു. ഇത് കണ്ട് ഭോലു ചീറ്റയ്ക്ക് എല്ലാം ഓർമ്മ വരികയും ചെയ്യും. അവൻ ഈ കാട്ടിലെ രക്ഷകനായ ഭോലു ചീറ്റയാണ്, രാജാവായ ഷേർ സിംഗിന്റെ കൂട്ടുകാരൻ. അവനവന്റെ കൺമുമ്പിൽ കാലു ചെന്നായനെയും കൂട്ടാളികളെയും ഓർമ്മ വരും. അവനെ ആക്രമിച്ചതൊക്കെ അപ്പോഴേക്കും അവന് ഓർമ്മ വരും. ഏയ്, എന്റെ കാട്ടിലെ മൃഗങ്ങളെല്ലാം വെറുതെ വിട്ടേക്ക്. അവർക്കൊരു പോറൽ പോലും ഏറ്റാൽ നിങ്ങളെ എല്ലാവരും ഞാൻ കൊന്നൊടുക്കുന്നതായിരിക്കും. ഇത് കണ്ട് എല്ലാ മൃഗങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. നമ്മുടെ രക്ഷകനെ എല്ലാം ഓർമ്മ വന്നു. ഭോലു ചീറ്റ ആ കൂടിനെ തകർക്കാൻ ശ്രമിച്ചു. ആ കൂട് പൊട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട എല്ലാ ചെന്നായകളും ഒച്ചയിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ കൂട് തകർക്കാനുള്ള ശക്തിയൊന്നും നിനക്കില്ല എന്റെ പൊന്നു ചീറ്റേ. അപ്പോഴേക്കും ഭോലു ചീറ്റയുടെ മുമ്പിൽ ചെന്നായകളും കൂട്ടാളികളും മൃഗങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, എനിക്ക് ശക്തി തരൂ. എനിക്ക് ഈ ചെന്നായ്ക്കളിൽ നിന്നും എന്റെ കാട്ടുവാസികളെ രക്ഷിക്കണം. അപ്പോഴേക്കും ചീറ്റ ഒച്ചയിൽ നിലവിളിക്കും. അപ്പോഴേക്കും അവന്റെ അടുത്ത ആ കൂട്ടിൽ ഷേർ സിംഗിന്റെ ആത്മാവ് പ്രത്യക്ഷപ്പെടും. ഭോലു, സിംഹരാജൻ നിങ്ങളോ? ഭോലു ചീറ്റ ഷേർ സിംഗിന്റെ ആത്മാവിനെ കണ്ട് അപ്പാടെ ഞെട്ടിപ്പോയി. കണ്ടില്ലേ സിംഹരാജൻ, നമ്മുടെ കാട്ടുവാസികളെല്ലാം കണ്ടില്ലേ? അവരിപ്പോഴും ജീവന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിഷമിക്കാതിരിക്കൂ പോലു. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ചെന്നായ്ക്കളുടെ അടുക്കൽ നിന്ന് നമ്മുടെ കാടിനെ രക്ഷിക്കാം. അങ്ങനെ ഷേർ സിംഗിന്റെ ആത്മാവ് ഭോലു ചീറ്റയുടെ ദേഹത്തേക്ക് പ്രവേശിക്കും. അത് കഴിയുമ്പോൾ ഭോലു ചീറ്റ നല്ല ശക്തിശാലിയായി മാറും. അവനൊരു സെക്കൻഡ് കൊണ്ട് തന്നെ ആ കൂട് തല്ലിപ്പൊട്ടിക്കും. ഞങ്ങളുടെ കാട്ടുവാസികളുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ നിങ്ങൾക്ക് എത്ര ധൈര്യം വന്നോ ചെന്നായ്ക്കളെ? അപ്പോഴേക്ക് ടീറ്റു ചെന്നായ ഭോലു ചീറ്റയുടെ അടുത്ത് ഓടിയോടി വരും. അപ്പോഴേക്കും ഭോലു ചീറ്റ ആ ചെന്നായനെ ഇടിച്ച് പപ്പടമാക്കി കളയും. അങ്ങനെ ഭോലു ചീറ്റ ഓരോന്നായി കാലു ചെന്നായുടെ കൂട്ടാളികളെ ഒന്നൊന്നായി തീർത്തു. ഇത് കണ്ട് ഷേർ സിംഗിന്റെ കാട്ടിലെ മൃഗങ്ങൾ ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ ഭോലു ചീറ്റ ദുഷ്ടന്മാരായ ചെന്നായകളെ കൂട്ടാളികളെയും കൊന്നു കളയും. ഇനി ആകെ കാലു ചെന്നായ മാത്രമേ ഉള്ളൂ. നീ ഇതെന്താ ചെയ്തത്? ഇപ്പോൾ നിന്റെയും അന്ത്യസമയമായിരിക്കുന്നു ചെന്നായേ. ഭോലു ചീറ്റ കാലു ചെന്നായയുടെ തല അവന്റെ ശരീരത്തിൽ നിന്നും പറിച്ചു കളയും. ആ തല മരത്തിൽ തൂക്കിയിടുകയും ചെയ്യും. ഷേർ സിംഗിന്റെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഭോലു, ഇനി നീ വേണം നമ്മുടെ പ്രജകളുടെ കൂടെ നിന്ന് എന്നും അവരെ സംരക്ഷിക്കാൻ. സിംഹരാജൻ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഒരു നല്ല രാജാവ്, ഒരു നല്ല രക്ഷകൻ, അവന്റെ സേവനം ഒരു ഘട്ടത്തിലും ദുർബലമായി പോകാറില്ല. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിലൂടെ ഈ കാര്യം ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും രാജാവിനോടും രക്ഷകനോടും നന്ദി പറയും. അതിനുശേഷം ഷേർ സിംഗും ഭോലു ചീറ്റയും കാട്ടിലെ മൃഗങ്ങളുടെ കൂടെ തന്നെ താമസിക്കാൻ തുടങ്ങി. എല്ലാ അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും.